പോത്താനിക്കാട് മഡ് കോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. MLA ഫണ്ടിൽ നിന്നുള്ള 67 ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിക്കുന്നത്. പത്മ ഫൈൻ ആർട്സ് സൊസൈറ്റി സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് മഡ് കോർട്ട് സ്ഥാപിക്കുന്നത്. 50 സെന്റ് സ്ഥലത്ത് നിർമ്മിക്കുന്ന കോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനം മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 67 ലക്ഷം രൂപയാണ് കോർട്ട് നിർമ്മാണത്തിനായി വിനിയോഗിക്കുന്നത്. ഇന്ന് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരെല്ലാവരും മറ്റ് ലഹരിക്ക് പിന്നാലെ പായുന്നു എന്നുള്ളതാണ്. കളിക്കളങ്ങൾ അതിനുള്ള വലിയൊരു ഉത്തരമാണ്. കളിക്കളങ്ങൾ എന്ന് പറയുന്നത് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഏറ്റവും വലിയ ഒരു ടൂളും ഏറ്റവും വലിയൊരു ആയുധവും ഏറ്റവും വലിയൊരു സന്ദേശവും ഏറ്റവും വലിയൊരു ആശയവുമാണ് കളിക്കളങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളെ, നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ കളിക്കളങ്ങളിലേക്ക് തിരിച്ചാകർഷിക്കുക. കാരണം ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ പാടത്ത് കളിക്കാൻ പോയി വൈകി വന്നതിൻ്റെ പേരിൽ ചെല്ലു കൊണ്ടുകൊണ്ടിരുന്നവരാണ് ഞങ്ങൾ. ഇന്ന് കുട്ടികൾ അങ്ങനെ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ അവർക്ക് കുറച്ച് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ സ്വാഭാവികമായിട്ടും ആ ഒരു രീതിയിലേക്ക് മാറും. അപ്പോൾ ആ നിലയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അനുയോജ്യമായ ഒരു പദ്ധതി, കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഒരു അനുയോജ്യമായ ഒരു പദ്ധതി എന്ന നിലയിൽ കൂടിയാണ് MLA ഫണ്ടിൽ നിന്നും ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ താരതമ്യേന ഒരു ചെറിയ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പോലും ഒറ്റ പ്രോജക്റ്റിന് വേണ്ടി 67 ലക്ഷം രൂപ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആശ ജിമ്മി, റാണിക്കുട്ടി ജോർജ്, സാലി ഐബ്, ഡോളി സജി, ജിനു മാത്യു, ഫിജിന അലി, ജോസ് വർഗീസ്, NM ജോസഫ്, CV മത്തായി, ജയകുമാർ, വിമൽ കുമാർ, ഷാജി C ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. GTV ന്യൂസ്, പോത്താനിക്കാട്.